വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മുടെ ബേസിക് ക്ലാസ് സീരീസിലെ പാർട്ട് 7 ആണ്. പാർട്ട് 1 മുതൽ പാർട്ട് 6 വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ നമുക്ക് ദ്വിത്വവ്യഞ്ജൻ എന്താണെന്ന് പഠിക്കാം. സംയുക്ത വ്യഞ്ജനങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. സംയുക്ത വ്യഞ്ജനങ്ങൾക്ക് പല തരങ്ങളുണ്ട്. അവയിൽ ഒരു വിഭാഗമാണ് ദ്വിത്വവ്യഞ്ജൻ. എന്താണ് ദ്വിത്വവ്യഞ്ജൻ? ഒരേ വ്യഞ്ജനം തന്നെ 2 പ്രാവശ്യം ചേർന്ന് വരുമ്പോൾ അതിനെ ദ്വിത്വവ്യഞ്ജനം എന്ന് പറയുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഖ പ്ലസ് ക ഈക്വൽ ടു ഖ. ഇവിടെ ഖ എന്നതിന് ഹലന്ത് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഖ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ത് പ്ലസ് ത ഥ. ല് പ്ലസ് ല ല. ഇങ്ങനെയാണ് വരുന്നത്. ഒരേ അക്ഷരം തന്നെ 2 തവണ വരുന്നുണ്ട്. വായിക്കുമ്പോൾ സൗണ്ട് അല്പം ശക്തിയായി പറയണം. ഇപ്പോൾ നമുക്ക് ദ്വിത്വവ്യഞ്ജൻ എന്താണെന്ന് മനസ്സിലായി. ഇനി അത് ഉപയോഗിച്ച് എങ്ങനെ വേർഡ്സ് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ഖ. ഖ പ്ലസ് ക എന്നതാണ് ഖ. അത് വെച്ചിട്ടുള്ള വേർഡ്സുകളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. പഖ, പഖാപ്പൻ. ദ്വിത്വവ്യഞ്ജനം വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിലാണ് ഉച്ചരിക്കേണ്ടത്. ഗ, ഗ പ്ലസ് ഗ. പഘ, മഘ. നെക്സ്റ്റ് ച. ച പ്ലസ് ച എന്നതാണ് ച. പച്ച, സച്ചായി. നെക്സ്റ്റ് ജ. ജ പ്ലസ് ജ. സജ്ജൻ, പജ്ജ. നെക്സ്റ്റ് വരുന്നത് ഡ. ഡ പ്ലസ് ഡ. ലഡ്ഡു, ഘട്ട. ഢ എന്നത് ഈ രീതിയിലും എഴുതാറുണ്ട്. ഥ. ത് പ്ലസ് ത. പഥ, സഥ. ധ. ത് പ്ലസ് ത. ഗധ, മുഥ. ന. ന പ്ലസ് ന. അന്, സന്നാട്ട. നെക്സ്റ്റ് ഭ. പ പ്ലസ് പ. പപ്പ, ചപ്പൽ. പ. ബ പ്ലസ് പ. ഡഭ, അബ്ബ. നെക്സ്റ്റ് മ. മ. മ പ്ലസ് മ. ജമ്മു, അമ്മ. യ. യ പ്ലസ് യ. സയ്യദ്. ല. ല പ്ലസ് ല. വല്ല, ഗല്ല. ഷ. ഷ പ്ലസ് ഷ. നിശബ്ദ്. സ. സ് പ്ലസ് സ. ഹിസ്സ, രസി. ഇങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ദ്വിത്വവ്യഞ്ജൻ എന്താണെന്ന് പഠിഞ്ഞല്ലോ. ഇതുപോലെ കൂടുതൽ ഹിന്ദി ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.